ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മുടെ 2023 അത്യാവശ്യം നല്ല ഷോപ്പിംഗ് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് കാർഡുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 10 എണ്ണമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഷോപ്പിംഗ് കാർഡ് അല്ലെങ്കിൽ ഒരു ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഇപ്പോൾ ഇയർ എൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കാർഡുകളൊക്കെ നല്ലോണം ഈസി ആയിട്ട് തന്നെ അപ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് റീസെൻ്റ്ലി തന്നെ ഇപ്പോൾ നിയോ കാർഡ്, ആക്സിസ് ബാങ്കിൻ്റെ നിയോ കാർഡ് അപ്രൂവ് ആയിരുന്നു ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ എന്തായാലും ലിങ്ക് നൽകാൻ താഴെ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കാർഡ് വന്നിട്ടില്ല, നിങ്ങളോട് ഇതിന് വീഡിയോ ഉണ്ടായിരിക്കും. അത്യാവശ്യം നല്ല ലിമിറ്റും കിട്ടി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽ നിങ്ങൾ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് അപ്രോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഫസ്റ്റ് കാർഡ് പറയാൻ പോകുന്നത് നമ്മുടെ ക്യാഷ് ബാക്ക് കാർഡാണ്. SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ് എൻ്റെ ഓൾറെഡി ഉള്ളതാണ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ SBI ക്യാഷ് ബാക്ക് കാർഡിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നുണ്ട് 999+ GST. പക്ഷേ നമുക്ക് എല്ലാ ഓൺലൈൻ പർച്ചേസുകൾക്കും നമുക്ക് 5% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്, ക്യാഷ് ബാക്ക് ഇടുന്നുണ്ട്. അത് ഡയറക്റ്റ്ലി നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റിലേക്ക് ആഡ് ആവും ചെയ്യും. അപ്പോൾ അതിന് റിഡീം ചെയ്യാനോ അങ്ങനെ സംഭവത്തിനൊന്നും വേണ്ട, അത് ചെയ്യാനും പോകണ്ട, അതിന് ചാർജ് സംഭവങ്ങളൊന്നും വരുമില്ല. അപ്പോൾ ഓവറോൾ നല്ലൊരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ചാർജ് കുറച്ച് കൂടുതലാണ്, പക്ഷേ ക്യാഷ് ബാക്കിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ബെസ്റ്റ് കാർഡ് എന്ന് തന്നെ പറയാം. ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് കാർഡ് വരുന്നത് കേട്ടോ. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ആക്സിസിൻ്റെ എയ്സ് ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. 499 നമുക്ക് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നത്. ക്യാഷ് ബാക്ക് കാറ്റഗറിയിൽ തന്നെ വരിക. നമുക്ക് 2% ക്യാഷ് ബാക്കാണ് അക്രോസ് ഓൾ ട്രാൻസാക്ഷൻ നമുക്ക് ഇതിൽ വരുന്നത്. ബെസ്റ്റ് ഒരു കീ ഫീച്ചർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡാണ്. ഗൂഗിൾ പേ കാർഡ് എന്നൊക്കെ പറയുന്നത് ഗൂഗിൾ പേയിൽ കൂടെ അപ്ലൈ ചെയ്യാൻ സംഭവമൊക്കെ വരും. ഞാൻ എന്തായാലും വേണമെങ്കിൽ ആക്സിസ് ബാങ്കിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കാം. നമ്മുടെ മുമ്പ് പറഞ്ഞ ക്യാഷ് ബാക്ക് കാർഡിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ റെഫർ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞത് നമ്മുടെ നോർമലി വരുന്നത് പിന്നെ സ്റ്റാൻഡേർഡ് ബാങ്കിന്റെ ഈസ്മൈ ട്രിപ്പ് കാർഡ് വരുന്നുണ്ട്. അത് പക്ഷേ ഞാൻ അങ്ങനെ സംഭവം നല്ല കിടിലം കാർഡാണ്, പക്ഷേ ബാങ്കിൽ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് അപ്രൂവൽ വരുള്ളൂ. എന്ന് വെച്ചാൽ പിൻ കോഡ് ഇഷ്യൂ ബാങ്കായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. നിങ്ങൾ ഇപ്പോൾ കൊച്ചി അങ്ങനത്തെ ഏരിയയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഈസ്മൈ ട്രിപ്പ് ക്രെഡിറ്റ് കാർഡ് 350 രൂപ നമുക്ക് ആനുവൽ ചാർജ് വരുന്നുള്ളൂ. ട്രാവൽ കാറ്റഗറിയിലൊക്കെ വരുമ്പോൾ നല്ല ഇടിയോട്ട് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഹോട്ടൽ ബുക്കിങ്ങിനൊക്കെ നമുക്ക് 20% ഡിസ്കൗണ്ട് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ SBI കാർഡിൻ്റെ എലൈറ്റ് കാർഡ് 5000 രൂപയാണ് നമുക്ക് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നത്. പക്ഷേ നമുക്കൊരു ഓവറോൾ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്ന ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ട്രാവൽ ആയിക്കോട്ടെ, ക്യാഷ് ബാക്ക് ആയിക്കോട്ടെ, എല്ലാ കാറ്റഗറിയിലും നമുക്ക് ഒരു പ്രീമിയം കാർഡിൻ്റെ വെച്ച് നിങ്ങൾക്കറിയാം. പ്രീമിയം കാർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മിക്ക എല്ലാ സംഭവത്തിലും നമുക്ക് അതിൽ നല്ല ട്രാൻസാക്ഷൻ, ഇന്റർനാഷണൽ ലോഞ്ചസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ ഒരു പ്രീമിയം കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ SBIയുടെ എലൈറ്റ് കാർഡ് തന്നെ പറയാം. അയ്യോ, ഇനിയിപ്പോൾ നമ്മുടെ ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് BPCL SBI ക്രെഡിറ്റ് കാർഡ്. ഞാൻ BPCL SBI ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി കണ്ടിരിക്കേണ്ടത് ഓൾറെഡി ഉണ്ട്. നമ്മൾ അതിൻ്റെ അൺബോക്സിങ് സംഭവങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്യൂൽ ക്രെഡിറ്റ് കാർഡാണ്. അവർക്ക് വേണമെങ്കിൽ ഒരു ഒക്ടേൻ കാർഡും ഉണ്ട്, 1500 രൂപയുടെ കാർഡുണ്ട്. നിങ്ങൾക്ക് അതും വാങ്ങിയെടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭാരത് പെട്രോളിൽ നിന്ന് അടിക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ ഫ്യൂൽ കാർഡുകളും ഒരു ആവറേജ് തന്നെ പറയാനുള്ളൂ. ഭയങ്കര വലിയ ഇടിയോട്ട് ക്യാഷ് ബാക്കോ സംഭവം തരുന്നു ഞാൻ പറയില്ല. ഇപ്പം ഞാൻ തൽക്കാലം ഉപയോഗിക്കുന്നത് കൊഡാക്കിൻ്റെ ഇന്ത്യൻ ഓയിൽ കാർഡാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഏരിയയിൽ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുകളൊക്കെ കൂടുതൽ. അപ്പോൾ എൻ്റെ BPCLൻ്റെ കാർഡുണ്ട്, HPCLൻ്റെ കാർഡുണ്ട്, മിക്ക എല്ലാ കാർഡുകളും ഉണ്ട്. നിങ്ങൾക്ക് അറിയിക്കാൻ ഓൾമോസ്റ്റ് ഒരു 45+ ഇപ്പോൾ കൂടി. എന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നിയോ കാർഡും വന്നു, ഇന്ത്യൻ ഓയിലിൻ്റെ കാർഡും ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പക്ഷേ കുറേ കാർഡുകൾ ഇപ്പോൾ ഫ്രീ അല്ലാത്ത കാർഡുകളൊക്കെ ഞാൻ ഇപ്പോൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ കുറേ നമുക്ക് ഇതുപോലെ നമ്മൾ കുറേ വീഡിയോ പർപ്പസിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ അല്ലാത്ത കാർഡുകളുടെ ആനുവൽ ചാർജും ജോയിനിങ് ചാർജൊക്കെ വരുമ്പോൾ കുറേ കൂട്ടിക്കഴിഞ്ഞാൽ ആനുവലി നല്ല എമൗണ്ട് വരും. അപ്പോൾ ഞാൻ കുറേ കാർഡുകളൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് പറയുന്നത് നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഫ്ലിപ്കാർട്ട് യൂസർ ആണെങ്കിൽ എന്തായാലും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് 5% ക്യാഷ് ബാക്ക് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടും. 4% മിന്ത്ര അങ്ങനത്തെ സംഭവത്തിൽ അങ്ങനെ കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. 499+ GST ആണ് ആനുവൽ ചാർജ് സംഭവങ്ങളൊക്കെ വരിക. കുറേ പേർക്ക് ഇത് ഫ്രീ ആയിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നല്ല ഇടിയോട്ട് കാർഡെന്നാണ് പറയാം. ഓൺലൈൻ ഷോപ്പിംഗ് കാറ്റഗറിയിൽ വരുന്ന ഓൾറെഡി പറഞ്ഞാണല്ലോ, നമ്മളതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ആമസോൺ പേയുടെ ICC കാർഡ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടിരിക്കും. പണ്ടായി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.5 കൊല്ലമൊക്കെ ആയിരുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല ലിമിറ്റും കിട്ടിയിട്ടുണ്ടാകും. ലൈഫ് ടൈം ഫ്രീ ആണ്. ഞാൻ ആമസോൺ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഫ്ലിപ്കാർട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ ഓൾറെഡി പറയാറുള്ളതാണ്, റെക്കമെൻഡും അല്ല. എനിക്ക് കുറേ പണി കിട്ടിയിട്ടാണ്. ഫ്ലിപ്കാർട്ട് കസ്റ്റമർ കെയർ എന്ന് പറയുന്നത് ഭയങ്കര കൂതറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് കാർഡ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആമസോണിൻ്റെ ICC കാർഡ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ്. നമുക്ക് അത്യാവശ്യം ക്യാഷ് ബാക്ക് ഒക്കെ ഡയറക്റ്റ്ലി നമുക്ക് ആമസോൺ പേ ബാലൻസ് കിട്ടും. 5% ക്യാഷ് ബാക്ക് നമുക്ക് ആമസോണിൽ ഉപയോഗിക്കുമ്പോൾ കിട്ടും. അത് നിങ്ങൾ പ്രൈം ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 3% കിട്ടും. നമുക്ക് അതിൽ കൂടെ യൂട്ടിലിറ്റി ബില്ല് അടയ്ക്കുമ്പോൾ നമുക്ക് 1% കിട്ടുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ ആമസോണിൽ കൂടെ എന്ത് ചെയ്യാതായാലും നമുക്ക്
ക്യാഷ് ബാക്ക് സംഭവം കിട്ടും. അതർ ട്രാൻസാക്ഷൻ നമുക്ക് 1% കിട്ടും കിട്ടാം. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു കാർഡ് തന്നെയാണ്. പിന്നെ ഫ്രീ കാർഡാണ്, പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വരുന്നത് കുറച്ച് അത്യാവശ്യം പ്രീമിയം കാർഡുകളാണ്. HDFCയുടെ ഡൈനാർ ക്ലബ് പ്രിവിലേജ് കാർഡും, അതുപോലെ തന്നെ ആക്സിസിന്റെ വിസ്താര സിഗ്നേച്ചർ ക്രെഡിറ്റ് കാർഡും, അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിന്റെ മാഗ്നസ് ക്രെഡിറ്റ് കാർഡും. അപ്പോൾ മാഗ്നസ് ക്രെഡിറ്റ് കാർഡിന്റെ കാര്യം പറയുമ്പോൾ അത് നമുക്ക് 10,000 ആണ് ആനുവൽ ചാർജ് വരുന്നത്. ട്രാവൽ റിവാർഡ് കാറ്റഗറിയിൽ വരുന്ന കാർഡ് അത്യാവശ്യം നല്ല കാർഡാണ്. നമുക്ക് ക്യാഷ് ബാക്കും കിട്ടുന്നുണ്ട് ഷോപ്പിങ്ങിന്റെ. അപ്പോൾ പ്രീമിയം കാർഡ്സുകളാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഓവറോൾ ബെനിഫിറ്റ് കിട്ടും. അതാണ് പ്രത്യേകത വരുന്നത്. അതിനനുസരിച്ച് ചാർജ് ഒരു വാങ്ങിക്കും, അത് വേറെ കാര്യം. പിന്നെ ആക്സിസ് വിസ്താര എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു എയർലൈൻ കാർഡാണ്, ട്രാവൽ കാറ്റഗറിയിൽ വരുന്ന കാർഡാണ്. 3000 രൂപയാണ് നമുക്ക് ആനുവൽ ചാർജ് വരുന്നത്. പ്രീമിയം ഇക്കോണമി ടിക്കറ്റ് ഒക്കെ നമുക്ക് കോംപ്ലിമെന്ററി കിട്ടുന്നുണ്ട്. പിന്നെ ഇതുപോലെ പ്രീമിയം കാർഡുകൾ എടുക്കുമ്പോൾ നമുക്ക് ഇന്റർനാഷണൽ ആയിട്ടുള്ള ലോഞ്ചസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് പ്രത്യേകത വരുന്നത്. പിന്നെ ഡൈനേഴ്സ് ക്ലബ് കാർഡ് HDFC, അതും അവരൊരു അത്യാവശ്യം പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കാർഡാണ്. ട്രാവൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ കാറ്റഗറിയിൽ വരുന്ന ഒരു കാർഡാണ്. നമുക്ക് ആനുവൽ മെമ്പർഷിപ്പ് ഓഫ് ആമസോൺ പ്രൈമിന്റെ മെമ്പർഷിപ്പ്, MMT ബ്ലാക്കിന്റെ മെമ്പർഷിപ്പ്, ടൈംസ് പ്രൈം മെമ്പർഷിപ്പ്, അങ്ങനെ കുറെ മെമ്പർഷിപ്പ് നമുക്ക് ഇതിനോട് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നുണ്ട്. അതാണ് അവരുടെ കീ ഫീച്ചർ വരുന്നിട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓവറോൾ 2023 അത്യാവശ്യം ഭയങ്കര നല്ല ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കാറ്റഗറി കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ കുറച്ച് പ്രീമിയം കാർഡ് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. അത് ഓവറോൾ കാർഡ് കാറ്റഗറിയിലൊക്കെ വരും, ട്രാവൽ ബെനിഫിറ്റ് സംഭവങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ ക്യാഷ് ബാക്ക് കാറ്റഗറിയിൽ വരുന്നത് നമ്മുടെ എൻട്രി ലെവൽ പറഞ്ഞ കാർഡുകളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ അതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ സെറ്റപ്പിൻ്റെ റഫറിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് അവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ചെക്കൗട്ട് നോക്കിയാൽ മതിയിട്ട് നമുക്കൊരു കോൾ വന്നതാണ്, അപ്പോൾ ഇടയിൽ നമ്മൾ കട്ട് ചെയ്ത്. അപ്പോൾ ഇതിൽ എൻ്റെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ക്യാഷ് ബാക്ക് കാർഡ് ഉണ്ട്, BPCL കാർഡ് ഉണ്ട്, ഈസ് കാർഡ് എൻ്റെ ഇല്ല, നിയോ കാർഡും മൈസോൺ കാർഡും ഉണ്ട് ആക്സിസിൻ്റെ. പിന്നെ SBIയുടെ BPCL കാർഡ് ഉണ്ട്, ലൈറ്റ് കാർഡ്. ഞാൻ പ്രീമിയം കാർഡ് അങ്ങനെ എടുക്കാറില്ല കേട്ടോ. പിന്നെ നമുക്ക് ആമസോൺ പേ കാർഡ് ഉണ്ട്, ഫ്ലിപ്കാർട്ട് കാർഡ് പിന്നെ എനിക്ക് ആക്ച്വലി ഞാൻ ഉപയോഗിക്കാറില്ല ഫ്ലിപ്കാർട്ട്. HDFCയുടെ കാർഡുകളുണ്ട്, ആക്സിസിൻ്റെ എല്ലാ ബ്രാൻഡിൻ്റെ കാർഡുകളും ഉണ്ട്. സ്റ്റാൻഡേർഡ് ബാങ്ക് ഇല്ല എന്ന് വെച്ചാൽ നമുക്കിവിടെ സർവീസ് ഇല്ല, തൃശ്ശൂരില്ല. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പക്ഷേ അവരെ കുറച്ച് നല്ല കാർഡുകളുണ്ട് കേട്ടോ. പക്ഷേ ഇഷ്യൂ ഇതാണ് പിൻകോഡ്. അതുപോലെ തന്നെ നമ്മുടെ EU ബാങ്കിൻ്റെ ആയിക്കോളും ഇത് തന്നെയാണ് കുഴപ്പം. കാർഡുകൾ കുറേ നല്ല കാർഡുകളുണ്ട്, പക്ഷേ പിൻകോഡ് ഇഷ്യൂ ആണ് വരുന്നത്, എന്നാണ് പ്രോബ്ലം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ അടുത്ത്